തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, അത് പ്രധാനമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ രാഷ്ട്രീയ നേതാവോ ആയിക്കൊള്ളട്ടെ, നോമിനേഷൻ സമർപ്പിക്കാൻ പോകുമ്പം തന്നോടൊപ്പം അർദ്ധനഗ്നനായ ഒരു സന്യാസിയെ പൂണൂലിട്ട് കൊണ്ടുപോയ ഒരു ചരിത്രം KVS ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. ഇതൊക്കെ ഈ രാജ്യത്ത് നടത്തുന്നത് അത് വർഗീയ പ്രീണനം. ആ വർഗീയ പ്രീണനത്തിലൂടെ ജയിക്കാമെന്ന് നിങ്ങൾ കരുതുന്നു. പക്ഷെ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് ഓരോ ശരി. ശ്രീ KVS ഹരിദാസ് മറുപടി. ശ്രീ KVS ഹരിദാസ് നേരിട്ടുള്ള ചോദ്യമായതുകൊണ്ട് താങ്കളുടെ മറുപടി. എന്നോടാണോ ചോദിച്ചേ? അല്ല, KVS. അല്ല മഞ്ജുഷേ, ഈ എൻ്റെ സുഹൃത്തിന്, കോൺഗ്രസിലെ സുഹൃത്തിന് കമലാപതി ത്രിപാഠിയെ ഓർമ്മയുണ്ടാവുമോ? കമലാപതി ത്രിപാഠി ആരായിരുന്നു? ഈ ഇന്ദിരാഗാന്ധിയുടെ വലം കൈയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു, തന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ ചുമലിലേറ്റിക്കൊണ്ട് ഇന്ദിരാഗാന്ധി നടന്നിരുന്നില്ലേ? അന്ന് പൂണൂലല്ലേ ത്രിപാഠിക്കുണ്ടായിരുന്നേ? അദ്ദേഹം കേന്ദ്രമന്ത്രി പോലും ആയിരുന്നു. അതിനുശേഷം രാവിലെ വൈകുന്നേരവും തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ തീവണ്ടിയിൽ ഇരുന്ന് പൂജ നടത്തിയിരുന്ന കമലാപതി ത്രിപാഠി. അന്ന് ഇന്നത്തെ അടുത്തോളം വിമാനങ്ങളൊന്നുമില്ല യാത്ര ചെയ്യാൻ. റെയിൽവേ മന്ത്രി യാത്ര ചെയ്തിരുന്നത് തീവണ്ടിയിൽ പ്രത്യേക കൊണ്ടുപോകേണ്ട ആവശ്യം എന്ത് എന്നുള്ള ലളിതമായ ചോദ്യമാണ് ഞാൻ. അല്ല, എല്ലാ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളെയും. എല്ലാവരും ഞങ്ങളുടെ കൂടെയുണ്ട്. പൂണൂലിട്ട ബ്രാഹ്മണന് മാത്രമല്ല, എല്ലാ വിഭാഗം ആൾക്കാരും ഞങ്ങളുടെ കൂടെയുണ്ട്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ആശങ്ക വേണ്ട. അത് വാരണാസിയിൽ മോഡി തെളിയിക്കുകയും ചെയ്യും. കഴിഞ്ഞ തവണ വാരണാസിയിൽ എന്തെല്ലാം പെടാപ്പാട് പെട്ടു. എന്നിട്ട് എത്ര ലക്ഷം വോട്ടിനാണ് മോഡി ജയിച്ചേ? 2024 അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും വാരണാസിയിൽ നിന്ന് മോഡി ജയിക്കാൻ പോകുന്നത്. പറഞ്ഞ ഒരു കാര്യത്തിന് സേനാപതി വേണു പറഞ്ഞൊരു എതിർപ്പുണ്ട്. അത് ഈ നരേന്ദ്രമോദിയുടെ പ്രചാരണത്തിലെ രീതി തന്നെയാണ്. താങ്കൾ പറഞ്ഞതൊരു തെരഞ്ഞെടുപ്പ് രംഗമാകുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ കൊണ്ടും കൊടുത്തും മുന്നേറുമെന്ന്. പക്ഷെ ഒരു പ്രധാനമന്ത്രി തന്നെയാണ് ഇത്തരത്തിലുള്ള വിഭാഗീയ സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകുന്നത് എന്ന കാര്യമുണ്ട്. അദ്ദേഹം അത് ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടുകയാണ്. അതിലേറ്റവും ഒടുവിലത്തേതാണ്, ഇന്നലെയാണോ മിനിയാന്നാണ് അല്ലേ, ഈ ബുൾഡോസർ ഉപയോഗിച്ച് കോൺഗ്രസ് രാമക്ഷേത്രം പൊളിക്കും എന്ന രീതിയിലുള്ള സംസാരം. അതിൻ്റെ പശ്ചാത്തലം എന്താ? കോൺഗ്രസിൻ്റെ നേതാവ് നാനാ പട്ടോലെ എന്ന് പറയുന്ന നേതാവ് പറയുന്നു, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ രാമക്ഷേത്രം ഞങ്ങൾ ശുദ്ധീകരിക്കും, ഞങ്ങൾ രാമക്ഷേത്രം വെള്ളം തളിച്ച് ശുദ്ധീകരിക്കും. എന്തുകൊണ്ടാണ് ശുദ്ധീകരിക്കേണ്ടത്? എന്തിനു വേണ്ടിയാണ് ശുദ്ധീകരിക്കേണ്ടത് നമ്മൾ ആലോചിക്കണം. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ പ്രതിഷ്ഠാകർമ്മം നടത്തി, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ ശുദ്ധീകർമ്മം നടത്തും എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രസ്താവന ഒരു പൊതുയോഗത്തിൽ നടത്തിയിട്ടുണ്ടാകാം. ഞാൻ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൺ ചെയ്യുന്നൊന്നുമില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു കാര്യം, എന്നിട്ട് അതിപ്പോൾ വലിയ തിരിച്ചടിയായിട്ടുണ്ട് കോൺഗ്രസിന്. കോൺഗ്രസ് അദ്ദേഹത്തിനെ വാൺ ചെയ്യുകയുണ്ടായി, അദ്ദേഹത്തിനോട് താക്കീത് നൽകുകയുണ്ടായി. പിന്നെ ഇവിടെ നരേന്ദ്രമോദി പത്രിക നൽകാൻ പോയപ്പോൾ ബ്രാഹ്മണനായിട്ടുള്ള ഒരാളെ കൊണ്ടുപോയി എന്നിങ്ങനെ പറയുകയുണ്ടായി. 2019 ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ പ്രചാരണം എന്തായിരുന്നു? രാഹുൽ ഗാന്ധി ബ്രാഹ്മണനാണ്, രാഹുൽ ഗാന്ധി പൂണൂല് ധരിക്കാറുണ്ട് എന്ന് പറഞ്ഞ് 2014-ലും 2019-ലും ഉത്തർപ്രദേശിൽ പ്രചാരണം നടത്തിയ ആളുകൾ തന്നെ വിഭാഗീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയണം. ജാതി സെൻസസ് നടത്തിക്കൊണ്ട് ഇവിടുത്തെ ആളുകളെ ഓരോ ജാതിയായിട്ടും, മതമായിട്ട് പോലും അല്ല കേട്ടോ, ജാതിയായിട്ട് തിരിക്കണം, ജാതി സെൻസസ് നടത്തണം എന്നാണ് പറയുന്നത്. ആളുകളെ അങ്ങനെ വിഭജിച്ചുകൊണ്ട് ആ രാഷ്ട്രീയം ഞങ്ങളങ്ങ് നടത്തും എന്ന് പ്രഖ്യാപിച്ച ആളുകൾ ഇവിടെ ഈ ഒത്തൊരുമയുടെ രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിൽ പറയാം. പക്ഷെ ഒരു മഞ്ജുഷ കേൾക്കൂ, കമലാപതി ത്രിപാഠി അദ്ദേഹം ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ എല്ലാ പദവികളും, അതായത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മുതൽ ഉള്ള എല്ലാ പദവികളും, റെയിൽവേ വകുപ്പ് മന്ത്രി, അങ്ങനെ എല്ലാ പദവികളും വഹിച്ചിട്ടുള്ളയാൾ. അദ്ദേഹം സമ്പൂർണ്ണ രാഷ്ട്രീയക്കാരനായിരുന്നു. ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇവർ രണ്ടാളുകളും പറഞ്ഞില്ല. എൻ്റെ ചോദ്യം, ഞാൻ പ്രധാനമന്ത്രി ഒരു ബ്രാഹ്മണനായ ആളെ പൂണൂലിട്ട് കൊണ്ടുപോയി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ആക്ഷേപം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഒരു പൂണൂൽ ധരിച്ച സന്യാസിയെ കൊണ്ട് അദ്ദേഹം പോയത് അതൊരു ജനാധിപത്യ മര്യാദയാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അവിടെ ബ്രാഹ്മണൻ പോയോ, ക്ഷത്രിയൻ പോയോ, അല്ലെങ്കിൽ വേറൊരാൾ പോയി എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. വാരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്രിക സമർപ്പിച്ചപ്പോൾ ആ പത്രികയെ പിന്താങ്ങുന്ന ആളുകളിൽ
അയോധ്യ രാമക്ഷേത്ര പ്രാൺ പ്രതിഷ്ഠയ്ക്ക് സമയം നിശ്ചയിച്ച പൂജാരി അദ്ദേഹത്തെയാണല്ലോ കൂടെ കൂട്ടിയത്. അദ്ദേഹം അതോടൊപ്പം തന്നെ നാമനിർദ്ദേശ പത്രികയെ പിന്താങ്ങിയ മറ്റുള്ളവർ അതിലൊരു OBC വിഭാഗത്തിൽപ്പെട്ട ആളുണ്ടായിരുന്നു, ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുണ്ടായിരുന്നു അല്ലേ? മഞ്ജുഷ OBC SC ഇതൊന്നും അല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി, അപ്പൊ അദ്ദേഹം ഇപ്പോഴും പ്രധാനമന്ത്രിയാണ്, പൂജാരി എന്തിനു കൊണ്ടുപോയി എന്നുള്ളതാണ്. ശ്രീ അർജുനന്റെ മറുപടി അതിന് KVS പറഞ്ഞ മറുപടി കമലാപതി ത്രിപാഠിയുമായിട്ട് ഉപമിക്കുകയായിരുന്നു. ഇല്ല, ഒറ്റ കാര്യം, ആ കമ്പാരിസണിൽ എന്താ അർത്ഥമാണുള്ളൂ? ആ കമ്പാരിസണിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കമലാപതി ത്രിപാഠി 100% രാഷ്ട്രീയക്കാരനായ രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹം ചെയ്ത തൊഴിൽ എന്താ എന്നുള്ളതല്ല, അദ്ദേഹം സമ്പൂർണ്ണമായ രാഷ്ട്രീയക്കാരൻ. ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി നോമിനേഷൻ സമർപ്പിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരു പൂജാരി പോകേണ്ട ആവശ്യം, ഇനി പൂജാരിയുടെ പൂണൂൽ വിട്, ഒരു പൂജാരി പോകേണ്ട ആവശ്യം ഉണ്ടോ? അതിന്റെ യുക്തി എന്താണ്? അതിന്റെ സാങ്കത്യം എന്താണ് ഒരു ജനാധിപത്യ രാജ്യത്ത്? വളരെ ദൗർഭാഗ്യകരവും കഷ്ടവുമാണ് അങ്ങീ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് ഞാൻ പറയും. പ്രധാനമന്ത്രിയുടെ കൂടെ പോകുന്ന ആളുകളെ തരംതിരിച്ചുകൊണ്ട് അവരുടെ ജാതിയും മതവും ചകേണ്ട രീതിയിലുള്ള ഒരു ഗതികേടിലേക്ക് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് പോകേണ്ടി അങ്ങനെ പോകേണ്ടി വരുന്നു എന്നുള്ളതിൽ പ്രധാനമന്ത്രി നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോ പ്രധാനമന്ത്രിയോടൊപ്പം പൂജാരി പോകേണ്ടതുണ്ടോ? എന്റെ ചോദ്യം. അദ്ദേഹത്തിന്റെ കുലവോ ജാതിയോ ഇതൊന്നും ഞാൻ ചോദിച്ചില്ല. എന്റെ ചോദ്യം വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. ഒരു പ്രധാനമന്ത്രി നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം പോകേണ്ടത് പൂജാരിയാണോ? ഒന്ന്. രണ്ട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ പരസ്യമായിട്ട് പ്രസംഗിക്കുന്നത് മന്ദിരം ഇടിച്ച് രാമജന്മക്ഷേത്രം ഇടിച്ചു പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത്? അത് എത്ര നെറികേടാണ് ആ പ്രസംഗം, അത് എത്ര നെറികേടാണ് ആ പ്രസംഗം. രണ്ടിനും അർജുൻ മറുപടി പറയും. അർജുൻ അതിന് രണ്ടാമത്തെ കാര്യത്തിന് നാനാ പട്ടോലയുടെ ഉദാഹരണമാണ് പറഞ്ഞത്. നാനാ പട്ടാള പറഞ്ഞത് എന്താ? ഞങ്ങൾ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചു പൊളിക്കുന്നതാണോ അതിന്റെ അർത്ഥം? എന്തിനാ ശുദ്ധീകരിക്കുന്നത് ഒന്ന് പറഞ്ഞേ. അല്ല, ഇവിടെ പ്രധാനമന്ത്രി നടത്തേണ്ട കൃത്യങ്ങള് സന്യാസിമാര് നടത്തുന്നു, സന്യാസിമാര് ചെയ്യേണ്ട കൃത്യം പ്രധാനമന്ത്രി ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ കുഴപ്പം. പ്രധാനമന്ത്രി ചെയ്യേണ്ടടുത്ത് സന്യാസിമാര് വന്ന് എന്താ പറഞ്ഞ ചെങ്കോലും ഡണ്ടയുമായിട്ട് വരുന്നു, അവരാ കൃത്യം ചെയ്യുന്നു. ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത് സന്യാസിമാരുടെ സ്ഥാനത്ത് പ്രധാനമന്ത്രി പോയി ചെയ്യുന്നു. ഈ വൈരുദ്ധ്യമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ആ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചപ്പോ ഞങ്ങൾ ഇത് അമ്പലം ഇടിച്ചു തീർക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതാണ് വർഗീയ പ്രീണനം. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഒരു മിനിറ്റ്, ഞാൻ കാർഡടച്ച് വെടിവെക്കാനൊന്നുമില്ല. ആ വിഷയത്തിൽ നിന്നും തെന്നി മാറാൻ അങ്ങേ ഞാൻ അനുവദിക്കുകയുമില്ല. നരേന്ദ്രമോദിയുടെ കൂടെ പോകുന്ന ആളുകളുടെ മതവും ജാതിയും തിരിച്ച് ഇവിടെ അദ്ദേഹം സംസാരിച്ചു. മറുവാദമായി നോമിനേഷൻ കൊടുക്കാൻ ശരിയല്ല ഇത്. അങ്ങ് ഇങ്ങനെ ചെയ്യരുത്. അങ്ങ് ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനല്ലേ. പറയട്ടെ, അതായത് നരേന്ദ്രമോദിയുടെ കൂടെ പോകുന്ന ആളുകളുടെ ജാതിയും മതവും തിരിച്ച് അദ്ദേഹം കൂടെ പറഞ്ഞല്ലോ. ഞാൻ തിരിച്ച് മഞ്ജുഷനോട് ഞാൻ ചോദിക്കാം, ഞാൻ തിരിച്ച് ഇവിടെ പറയട്ടെ സാർ, എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത? അങ്ങനെ ഒരു മറുവാദത്തിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ് കേട്ടോ, ഞാൻ അങ്ങനെ പറയുകയല്ല. ഒരു മറുവാദത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരും നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഒപ്പം കൊണ്ടുപോകുന്ന ആളുകളുടെ ജാതിയും മതവും തിരിച്ചുകൊണ്ട് BJPയുടെ പ്രതിനിധി ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അങ്ങനെ ന്യൂസ് റൂമിൽ ഒരു വാദം വെച്ചാൽ മഞ്ജുഷ അംഗീകരിക്കും? അല്ല, അത് പൂജാരിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. വേണുവിന്റെ സംശയം പൂജാരിയെ എന്തിനു കൊണ്ടുപോയി എന്നുള്ള ഒറ്റ കാര്യമാണ്. മതമല്ല അർജുൻ സാറേ, ഞാൻ ഒറ്റ ചോദ്യം വെച്ചുള്ളൂ. പൂജാരിയെ കൊണ്ട് എന്തിനാ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത്? ആ ഒറ്റ അനുഗ്രഹം ക്ഷേത്രത്തിൽ പോട്ടെ. സിമ്പിളായിട്ട് ഉത്തരം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇഷ്ടം, അദ്ദേഹത്തിന്റെ ഇഷ്ടം, അദ്ദേഹത്തിന്റെ ജനാധിപത്യ അവകാശം, അദ്ദേഹത്തിന്റെ സൗകര്യം. അത് ആ ഉത്തരത്തെ ഞാൻ സ്വീകരിക്കുന്നു. നരേന്ദ്രമോദിയുടെ ജനാധിപത്യ അവകാശം, ആ ഉത്തരം സ്വീകരിക്കുന്നു. ജനാധിപത്യ അവകാശം അദ്ദേഹത്തിന്റെ സൗകര്യം. അല്ല, അതിൽ ജനാധിപത്യ അവകാശവും സൗകര്യവും രണ്ടാണല്ലോ. അത് രണ്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞത് ഒട്ടും ശരിയല്ല. അദ്ദേഹം അതിൽ നിന്നും തെന്നി പറയാനാണ് ശ്രമിക്കുന്നത്. ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നോമിനേഷൻ കൊടുക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളുടെയും അവരുടെ രാഷ്ട്രീയവും മതവും ജാതിയും അല്ല, ഇനി അതിൽ പൂജാരി ഉണ്ടോ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് വേർതിരിക്കുന്നത് എത്രമാത്രം വിഭാഗീയമാണ്. വേണു അങ്ങനെ ആരും ശ്രമിച്ചില്ല കേട്ടോ, അങ്ങനെ ആരും ശ്രമിച്ചിട്ടില്ലല്ലോ.
എത്ര രാഹുൽ വിഭാഗമാണ്. ഞാന് മഞ്ജുഷെ, ഞാൻ വീണ്ടും ചോദിക്കുന്ന ചോദ്യം, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ അവരോടൊപ്പം പൂജാരിമാർ ഞാൻ- പോയിട്ടുള്ള അല്ല, ചരിത്രം അല്ല, പ്രീസിഡന്റ് ഉണ്ടോ? ഒരു ഉണ്ട് മിനിറ്റ്, എങ്കിൽ ഒരു എന്നോട് മിനിറ്റ്. പറഞ്ഞാൽ മതി. ഞാൻ ഞാൻ ഒരാളും അവരുടെ ജാതിയോ മതമോ ധർമ്മമോ കുലോ ഇതൊന്നുമല്ല ഞാൻ ചോദിച്ചത്. എന്റെ ചോദ്യം വളരെ സ്പെസിഫിക്കും വളരെ സിമ്പിളുമാണ്. ഒരു പ്രധാനമന്ത്രി നോമിനേഷൻ കൊടുക്കാൻ ഒരു മതേതര രാഷ്ട്രത്ത് പോകുമ്പോ പൂജാരിയെ കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ? പറയാം. ഞാൻ ചോദിച്ചത് പക്ഷേ ഈ വിഷയം ലളിതമായ വടക്കേന്ത്യയിൽ കോൺഗ്രസ് ഉന്നയിച്ചിട്ടില്ല ഈ വിഷയം. കേരളത്തിൽ ഉന്നയിക്കും. ഞാൻ ചോദിച്ചില്ല. ഒറ്റ ഞാൻ കാര്യം. ചോദിച്ചത് വളരെ ലളിതമായ ഒരു ഇല്ല, ചോദ്യം. അതിന് ഒരു സെന്റൻസിൽ ഞാൻ ഉത്തരം പറഞ്ഞു നിർത്താം. മുമ്പ് അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള കണക്ക് ഞങ്ങൾ ആരും എടുത്തിട്ടില്ല സാർ. പൂജാരി ഉണ്ടോ, കൂടെ മൊല്ലാക്കയുണ്ടോ, മറ്റേതെങ്കിലും മതമേൽ അധ്യക്ഷനുണ്ടോ എന്ന കണക്കെടുക്കാൻ മാത്രം ഞങ്ങൾ കോൺഗ്രസിന്റെ അത്രയും അതപ്പതിച്ചിട്ടില്ല. ഉത്തരമാണത്. അതാണ് എൻ്റെ ഉത്തരം. അത്ര അതപ്പതനം ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ജനങ്ങൾ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എനിക്ക് ബി ജെ പിയെ കണ്ണുമടച്ച് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ആ രീതിയിൽ ഞങ്ങൾ അതപ്പതിച്ചിട്ടില്ല, അത്രേ പറയുന്നുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ശരി, ശ്രീ കെ വി എസ് ഹരിദാസ്, താങ്കളുടെ ഈ കമലാപതി ത്രിപാഠി ഉദാഹരണം അത് തള്ളിക്കളയുകയായിരുന്നു സേനാപതി വേണു ഇവിടെ ചെയ്തത്. കമലാപതി ത്രിപാഠി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, രാഷ്ട്രീയ നേതാവായിരുന്നു. മഞ്ജുഷേ, കമലാവതി ത്രിപാഠി രാഷ്ട്രീയ നേതാവായിരുന്നു, ശരിയാ. എങ്ങനെ അദ്ദേഹം രാഷ്ട്രീയ നേതാവായത്? അതിന് മുമ്പുള്ള ചരിത്രം എന്താ? വാരണാസിയിൽ, കാശിയിൽ അദ്ദേഹത്തെ കൊണ്ട് മത്സരിപ്പിക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ പൂജാരിയായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി പൂജ നടത്തിയിരുന്ന ആളാണ്. ഇന്ദിരാഗാന്ധിയുടെ പൂജാരിയെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസിൽ കൊണ്ടുവരിക ചെയ്തത്. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. രാഷ്ട്രീയ ചരിത്രം പഠിക്കട്ടെ ആദ്യം. നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ കൂടെ കൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശിക പത്രികയിൽ പേര് വെച്ച് പിന്താങ്ങാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരെയാണ്. അല്ലാത്തവരെ ആരെയും നാമനിർദ്ദേശിക പത്രിക കൊടുക്കാൻ വേണ്ടി കയറ്റി ഇരുത്തൂല. അവിടെ കയറ്റി ഇരുത്തിയത് അദ്ദേഹത്തിന്റെ പത്രികയെ പിന്താങ്ങുന്ന ആൾക്കാരാണ്. അത് സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവരുണ്ട്. അതിലൊരു പൂജാരിയും ഉണ്ടാകും. ഇവിടെ മലപ്പുറത്ത്, വയനാട്ടിൽ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോയപ്പോൾ ആരെയാ കൊണ്ടുപോയത്? ഏത് മതത്തിൽപ്പെട്ടവരാ ചുറ്റും നിന്നിരുന്നത്? സംസാരിച്ചില്ല. ഞാൻ ചോദിച്ച ഒരു ചോദ്യം പ്രധാനമന്ത്രി നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോ രാഹുൽ ഗാന്ധി വയനാട്ടില് പത്രിക കൊടുക്കാൻ പോകുമ്പോ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയിൽ പൊതിഞ്ഞുകൊണ്ട് പോയത് ഓർമ്മയില്ലേ? ഇത്തവണ നാണം കെട്ടിട്ട് പോപ്പുലർ ഫ്രണ്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മുസ്ലിം ലീഗിന്റെ കോൺഗ്രസിന്റെ കൊടി പോയതും ചരിത്രത്തിന്റെ ഭാഗമല്ലേ?